നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. ഗുരുവര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ജനിക്കുന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. അത് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം നമ്മൾ നക്ഷത്രം കണ്ടുപിടിച്ചു, ജാതകം പരിശോധിച്ചു. ആ ജാതകത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ രാജാവിനെ പോലെ ചക്രവർത്തിയെ പോലെ വളരെ ഉന്നത നിലയിൽ ജീവിക്കും. വയസ്സിപ്പോൾ 45 or 50 ആയി. ഇതുവരെയും പറഞ്ഞതിൻ്റെ 7 അയൽവക്കത്തെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്താണ് സാർ ഇതിൻ്റെ കാരണം? ഒരുപാട് പേര് ചോദിക്കുന്നതന്നെ. വളരെ ചെറിയ രീതിയിൽ ചെറിയൊരു എപ്പിസോഡാണിത്. ഞാൻ വിശദമായിട്ട് പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഒരുപാട് പേര് എന്നെ കാണാൻ വരുന്നുണ്ട്. വരുന്നവരിൽ പലരും ആദ്യം പറയുന്നത്, സാറേ എനിക്ക് 40 വയസ്സായി, അല്ലെങ്കിൽ 50 വയസ്സായി, എൻ്റെ നക്ഷത്രം ഇന്നതാണ്, എൻ്റെ ജാതകത്തിൽ പറയുന്നത് ഞാൻ ചക്രവർത്തിയെ പോലെ, അതായത് ഗജകേസരി യോഗം, കേസരി യോഗമുണ്ട്, ഗജകേസരി യോഗമുണ്ട്. കേസരി യോഗം എന്ന് പറഞ്ഞാൽ രാജാവിനെ പോലെയും, ഗജകേസരി എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയെ പോലെയും വളരും. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിക്കാർ, ഒരുപാട് സമ്പത്ത്, വാഹനങ്ങൾ, ആജ്ഞാപിച്ചാൽ ഓടി വരാനും കാല് തിരുമാനും വരെ ആൾക്കാർ, അതുപോലെ സുഭിക്ഷമായ ഭക്ഷണവും വസ്ത്രങ്ങളും സകല സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത്രയും നാളായിട്ട് എനിക്ക് നല്ലൊരു ജോലിയില്ല. അതുപോലെ എനിക്ക് വയറു നിറച്ച് ആഹാരം കഴിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ജയിലിൽ വരെ കിടന്നിട്ടുണ്ട്. ചക്രവർത്തിമാരെ ജയിലിൽ കിടക്കുമോ? ഞാൻ ജയിലിൽ വരെ കിടന്നിട്ടുണ്ട്. ദാരിദ്ര്യ ദുഃഖങ്ങളാണ്. ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കുട്ടികൾക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികൾക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. ഭാര്യയ്ക്ക് ഒരു പൊട്ട് പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവൃത്തിയില്ല. എന്താണ് സാറേ ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ചക്രവർത്തിയെ പോലെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഭിക്ഷക്കാരനെ പോലെ ജീവിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ജാതകം എന്ന് പറയുന്നത് സൂചനകളാണ്. അതായത് നമുക്ക് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ബൈക്ക് കൊടുത്തുകൊണ്ട് നേരെ വീട്ടിൽ നിന്നും ജംഗ്ഷനിലേക്ക് പോവുകയാണ്. കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, പോകരുത്, അവിടെ പോലീസ് വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം പെറ്റി കിട്ടും. അപ്പോൾ ശരിക്കും നമുക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് ഈ വണ്ടി അത്രയും ഫിറ്റല്ല, എന്തെങ്കിലും റെക്കോർഡിൽ പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ജംഗ്ഷനിൽ പോയേ പറ്റൂ. അപ്പോൾ ഒരു കൂട്ടുകാരൻ വന്ന് സൂചന തന്നു, പോയാൽ പോലീസ് പിടിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ മറ്റൊരു വഴിയിൽ കൂടി ഈ ഉദ്ദേശിച്ച സ്ഥാനത്തെത്തും. അതാണ് ജ്യോതിഷം. അതായത് നിങ്ങൾ ഈ വഴിക്ക് പോയാൽ നിങ്ങൾക്ക് അപകടം പറ്റും, അത്രയേ ഉള്ളൂ. പറ്റണമെന്നില്ല. പക്ഷേ നമ്മളതിൻ്റെ പരിഹാരം തേറി മറ്റൊരു വഴിയിൽ കൂടി പോയാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്തെത്താം എന്നുള്ള ഇതാണ് നമുക്ക് ജ്യോതിഷം. ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, 2 വയസ്സായ ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ജാതകം എഴുതിയപ്പോൾ ആ ജാതകത്തിൽ പറയുന്നു 28ാമത്തെ വയസ്സിൽ അവന് ഗവൺമെൻറ് ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ, അപ്പോൾ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു ഇനി അവനെ നമ്മൾ ഒരക്ഷരം പോലും പഠിപ്പിക്കേണ്ട, 28ാമത്തെ വയസ്സാകുമ്പോൾ അവന് ഗവൺമെൻറ് ജോലി കിട്ടിക്കൊള്ളും, പിന്നെ എന്തിനും പഠിക്കുന്നത് എന്നാണോ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം? അല്ല. അതായത് ഇവനെ പഠിപ്പിച്ചാൽ അവന് ജോലി കിട്ടും. 28ാമത്തെ വയസ്സിൽ ഗവൺമെൻറ് ജോലി തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ, പഠിച്ചാൽ ജോലി കിട്ടില്ലെന്ന്. പഠിച്ച് ഡിഗ്രി വാങ്ങിച്ച കക്ഷത്ത് വെച്ചിട്ട് ഗവൺമെൻറ് ജോലി പോയിട്ട് നല്ല ജോലി കിട്ടാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ജാതകത്തിൽ പറയുന്നത് അധ്വാനിച്ചാൽ അതിനുള്ള ഫലം കിട്ടും. ചില ആൾക്കാർക്ക് പറയും ഗവൺമെൻറ് ജോലി കിട്ടില്ല, തത്തുല്യമായ മറ്റൊരു തൊഴിലെന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും. അവർ പഠിച്ചാൽ, എത്ര പഠിച്ചാലും നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ച് പഠിക്കേണ്ട, മറ്റെന്തെങ്കിലും തൊഴിൽ കിട്ടും, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്ന ആഗ്രഹത്തോടുകൂടി പഠിച്ചോളൂ. ഇങ്ങനെ സൂചനകൾ തരുന്നതാണ് ജാതകം എന്ന് പറഞ്ഞാൽ. അത് വിശ്വസിച്ച് കണ്ണുടച്ചിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ജാതകവശാൽ പറയുന്ന ചില ഭാഗ്യങ്ങൾ, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ ചില കാരണങ്ങൾ, അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഭൂമി, അതിൽ ഭൂമിദോഷമില്ലാതിരിക്കുകയും വീട് വാസ്തുദോഷമില്ലാതിരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ജാതകവശാൽ പറയുന്ന ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതുമാത്രമല്ല, ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിൽ, ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഭാഗ്യങ്ങളെ, അല്ലെങ്കിൽ ജന്മന നമുക്ക് വിധിച്ചിട്ടുള്ള ഭാഗ്യങ്ങളെ നമ്മളിൽ നിന്നും അകറ്റിക്കളയുന്നതാണ്, നമ്മളെ കഷ്ടപ്പാടിൻ്റെ നടുക്കയത്തിലേക്ക് തള്ളിവിടുന്നതാണ് ശത്രുദോഷം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പിതൃദോഷങ്ങളുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോകുന്ന നമ്മുടെ ബന്ധുക്കൾ,
അവർ മോക്ഷപ്രാപ്തി കിട്ടാതെ പ്രേതാത്മാവായിട്ട് അലഞ്ഞാൽ പോലും ജാതകവശാൽ പറയുന്ന ഈ ഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കില്ല. ഏറ്റവും അവസാനമായി പറയുന്നത് നമ്മുടെ കുടുംബ പരദേവതമാരുടെ ദോഷം. അതായത് കുടുംബ പരദേവതമാരുടെ ദുരിതാവസ്ഥയിൽ നിന്ന് വരുന്ന ദോഷം. അതായത് പണ്ട് ക്ഷേത്രങ്ങൾ, കാവുകളോ ആൾത്തറകളോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് നമ്മൾ വലിയ ആൾക്കാരായിട്ട് പോവുകയാണെങ്കിൽ നശിപ്പിക്കരുതെന്നല്ല, അവരെ ഇപ്പം നമുക്ക് ആചരിക്കാൻ പറ്റാതെ വന്ന് അവരവിടെ നമുക്ക് മാറ്റാം. പക്ഷേ വിധിയാമണ്ണം അവരെ മറ്റൊരു സ്ഥാനത്തേക്ക് ആചാര മര്യാദകളോട് കൊണ്ടിരുത്തിയാൽ പ്രശ്നമില്ല. പക്ഷെ ഒരു ദിവസം വന്ന് എല്ലാം കൊണ്ട് തട്ടിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇനി ഇവിടെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയാലും അതും നമുക്ക് പണി കിട്ടും. അപ്പോൾ അതിനർത്ഥം ഇത്രയും ദോഷങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭൂമി ദോഷം, വാസ്തുദോഷം, ശത്രുദോഷം, പിതൃദോഷം, കുടുംബ പരദേവതാ ദോഷങ്ങൾ, ഇത്രയും ദോഷങ്ങളുണ്ടെങ്കിൽ ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഈ പറയുന്ന ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ജാതകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് നമുക്കിതൊന്നും കിട്ടുന്നില്ല, അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്. അത് പോയി കണ്ടുപിടിച്ച് ഈ പറഞ്ഞ 4 ദോഷങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അത് കണ്ടുപിടിച്ച് വിധിയാമണ്ണം നല്ലൊരു കർമ്മയെ കൊണ്ടുവന്ന് പരിഹരിച്ചാൽ ആ ദോഷങ്ങൾ മാറുകയും നമുക്ക് ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ നമുക്ക് തന്നെ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വരികയും ചെയ്യും. ഇല്ലാതെ നമ്മൾ വെറുതെ കൈയും കെട്ടി ജാതകം വായിച്ചതിന് ശേഷം എനിക്ക് ഗജകേസരി യോഗം ഉണ്ട് എല്ലാം കിട്ടും എന്ന് പറഞ്ഞ് വെറുതെ കൈ കെട്ടിയിരുന്നാൽ ഒന്നും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അധ്വാനവും അതിനോടൊപ്പം ശ്രദ്ധയും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തടസ്സം വന്നു പോയാൽ അത് നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചു, നമുക്ക് അതിൻ്റെ ഫലം കിട്ടിയില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈശ്വര വിശ്വാസിയാണെങ്കിൽ അതായത് നമുക്കൊരു അസുഖം ഇല്ലെങ്കിൽ പോലും മിക്ക ആൾക്കാർ വർഷത്തിലൊരിക്കൽ പോയി ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യും, എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോ, വരുന്നുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ വർഷത്തിലൊരിക്കലെങ്കിലും നല്ലൊരു ജ്യോതിഷിയെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായൊരു കാര്യമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അറിയാം ശത്രുദോഷമുണ്ട്, അല്ലെങ്കിൽ കുടുംബ പരദേവതാ ദോഷമുണ്ട്, പിതൃദോഷമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഭൂമിക്കോ ഗ്രഹത്തിൻ്റെ ദോഷമുണ്ട്. ഇന്ന ചെറിയ വഴിപാടുകൾ ചെയ്താൽ അതങ്ങ് മാറുകയും നിങ്ങൾക്ക് ജാതകവശാൽ പറയുന്ന അല്ലെങ്കിൽ ജന്മനാ നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുള്ള ഭാഗ്യങ്ങൾ പൂർണ്ണമായും അനുഭവിക്കുവാൻ സാധിക്കും. ഇതൊന്നും ചെയ്യാതെ ഈ ജാതകം ഒരു ദിവസം 10 പ്രാവശ്യം വായിച്ചിട്ട് ഇത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ ചിലപ്പോൾ കിട്ടും. പക്ഷേ ഇതുപോലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ശത്രുദോഷമോ അതുപോലെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് അവിടെ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങൾ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിന് പൂർണ്ണമായുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നറിയണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വന്നാൽ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനവും ഉണ്ട്. അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തട്ടിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.